അവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ശ്വേതഭക്തൻ ഞാനൊന്നും തിന്നില്ല എന്ന് പറഞ്ഞ് തിന്നു മുടിക്കും. INB ട്രിപ്പ് ഫുൾ മസാല ദോശയും വിഴുങ്ങി ഏമ്പക്കവും വളിയും വിട്ട് തൂറി മെഴുകി ഫുൾ ടൈം വണ്ടിയുടെ പുറകിൽ ഉറക്കമാണ്. ബയോഗ്യാസ് ഉണ്ട് വണ്ടി. വീഡിയോന്റെ തുടക്കം തന്നെ തൂറി മെരുകിയ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഈ കമന്റ് ഇട്ട ചേട്ടാ വണക്കം, നല്ല സംസ്കാരം. ടോപ്പിക്കിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പം നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നതിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ട്രോമ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ബോഡി ഷെയ്മിങ് ആണ്. ഞാൻ കുറേ ഫേസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ചില സമയങ്ങളിൽ ഭയങ്കര മെലിഞ്ഞിട്ട്, എന്നാൽ ചില സമയങ്ങളിൽ ഭയങ്കര തടിച്ചിട്ടാണ്. ഞാൻ ഫുഡൊന്ന് കൺട്രോൾ ചെയ്താൽ വേഗം മെലിയും, എന്നാൽ ഞാൻ അത്യാവശ്യം ഒന്ന് കഴിച്ചാൽ വേഗം തടിക്കും. വെള്ളം കുടിച്ചാൽ വരെ തടിക്കുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പണ്ട് പഠിച്ചുകൊണ്ട് നിന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കും. കാരണം നമ്മൾ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യും, ഉച്ചത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യും, കാരണം ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ മടിയാവും, വൈകുന്നേരം എന്തെങ്കിലും കഴിച്ചാലുള്ളൂ. അപ്പോൾ കഴിക്കാണ്ട് മെലിഞ്ഞാണ്. അപ്പം ഞാൻ ജോലിയിലോട്ടൊക്കെ കയറിയ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എനിക്ക് ഒരു ദിവസം 1, 2, 3, 4 മീൽസ് കിട്ടും. അത് എല്ലാവരും മീൽസ് കഴിക്കും. എനിക്ക് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഇല്ല. കാരണം രാവിലെ പണിയെടുക്കുകയാണല്ലോ, നമ്മൾ ഈ സ്കൂളിൽ കോളേജിൽ വെറുതെ ഇരിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പം ഞാനങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ നമ്മുടെ ക്ലയൻസ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമുക്ക് കൂടുതലും സ്വീറ്റ് ഐറ്റംസ് ആവേണ്ട തരിക, ലഡു, അത് ജാഗിരി, കേക്ക്, ഇതൊക്കെ. അപ്പം ഇതൊക്കെ കഴിച്ച് എൻ്റെ പഠിത്തത്തിൻ്റെ ഫേസ് ടു ഇപ്പോഴത്തെ ഫേസിലോട്ട് നോക്കുമ്പോൾ ഞാൻ തടിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സിറ്റുവേഷൻസുകളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ തുടങ്ങിയാൽ, ഇപ്പോൾ എനിക്ക് കുറച്ച് ഷെയ്ക്ക് പ്രാന്ത് അല്ലെങ്കിൽ കുറച്ച് കടിപ്രാന്തുണ്ട്, അതിന് പറ്റിയൊരു പാർട്ട്ണർ 5 മോളും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പോലും അറിയാണ്ട് ഞാനിങ്ങനെ ഗുണ്ട് ആയി വരും. അപ്പോൾ എല്ലാവരും പറയും, അയ്യോ തടിച്ച് ആൻറ്റിയായി, പ്രായം തോന്നിക്കുന്നു എന്ന് പറയും. മെലിഞ്ഞാലോ, നീ എന്താ ഇങ്ങനെ മെലിയുന്നേ, എന്തേത്താ നീ കാണിക്കുന്നത്, നിൻ്റെ കയ്യിൽ പൈസ ഇല്ലേ, നിനക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടേ. സോ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ഭയങ്കര കോമണാണ്. പക്ഷെ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് വരെ തകർക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി ഷെയ്മിങ്ങിന് ഫസ്റ്റ് തൊട്ട് ദി എൻഡ് വരെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് സുജിത് ഭക്തനും ആളുടെ മിസ്സിസ് വൈഫും. ഞാൻ ചിലപ്പോൾ ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ, ഞാൻ ഈ കമൻറ്റ് സൈഡിലുള്ള കമൻറ്റ് കാണുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ അയ്യോ എങ്ങനെയാണ് ഇവരിത് ടോളറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവർ സഹിക്കുന്നത്. കാരണം അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് പലരും കമൻ്റ് അടിക്കുന്നത്. അങ്ങനെ ഫൈനലി അവരുടെ പോഡ്കാസ്റ്റ് ചാനലിൽ അവർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു. 2 ദിവസമായി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആസ് യൂഷ്വൽ അമിയാദാസ് എഗെയിൻ ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ നോക്കാം. എന്റെ ഫ്രണ്ട് ജോമോൻ എന്ന് പറഞ്ഞ ഷെഫ് ലണ്ടനിൽ ഇവിടെ വന്നായിരുന്നു. അപ്പോ അവൻ അത് കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കിയ മെയിലാണ് April 27 തമ്പുരാൻ jomon@gmail.com. എന്നിട്ട് അവൻ അത് ഇതേപോലെ ആളുകൾക്ക് അയച്ചേക്കുക. എന്നിട്ട് സഹീർ ഭായി, ഹാരിസ് സമീർ അലി, ബൈജു നായർ, പിന്നെ കോണ്ടാക്ട് ഓട്ടോ ബയോഗ്രഫി, പിന്നെ ഈബിൾ ജെറ്റ്, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളോട് വളരെ സ്നേഹത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൾക്കാരൊക്കെ അവർക്ക് കിട്ടുന്ന മെയിലുകളെ പറ്റിയൊക്കെ എന്നോട് ഇൻഫോം ചെയ്യാറുണ്ട്. ബാക്കി ആൾക്കാരൊന്നും പറയാറൊന്നുമില്ല, കാരണം അവർക്ക് ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ അവർ എഴുതിയിരിക്കുന്നത്, നിങ്ങളൊക്കെ ഈ പരനാറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു. ഈബിൾ ജെറ്റിനെ അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പറയാം. ഈബിൾ ജെറ്റിനെ ഊമ്പിച്ച് പറ്റിച്ച് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു, ഞാനോ ചെയ്തോ? അതിന്റെയൊക്കെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും പോരാത്തതിന് ഇവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈബിളിനെ പ്രാഗി തമ്മിലടിപ്പിക്കുകയും ഏഷണി പ്രദർശിനിയാണ് ഇവന്റെ മെയിൻ വിശ്വാസവഞ്ചകൻ, ഹരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ, അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ എഴുതിയിരിക്കുന്നു. എന്നെ പറ്റി നീ എന്തുകൊണ്ട് എഴുതിക്കോ, എന്റെ ഭാര്യനെ എന്റെ ഫാമിലിയെ പറ്റി നീ എഴുതരുത്, എന്നെ പറ്റി നീ എന്താണെന്ന് എഴുതിക്കോ, നീ ആരോട്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇവരുടെ വീഡിയോ നന്നായി കാണുന്ന ഒരുത്തനാണ് ഈ പരിപാടി ചെയ്യുന്നത്. കാരണം ഇവരുടെ വീഡിയോയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കോൺട്രവേഴ്സീസും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഓരോ കാര്യത്തിനെയും പറഞ്ഞുകൊണ്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് കമൻ്റ് ഇടൽ മാത്രമല്ല, മെയിൽ അയക്കലാണ്. എന്നാൽ ഇവർക്ക് മാത്രമല്ല മെയിൽ, ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരും, ഈവൻ ദെയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ്, എല്ലാവർക്കും നിരത്തി പിടിച്ച് മെയിൽ അയക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് ഉറപ്പാണ്, ഈ ചേട്ടന് പ്രത്യേകിച്ചൊരു പണിയില്ല. കാരണം വെറുതെ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ട് പോകുന്നതല്ല, ഇതിനായി കിടക്കുകയാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പേഴ്സണൽ റിവെഞ്ചോ. നോക്കാം. എന്തുവേണം ചെയ്തോ, പക്ഷെ എന്റെ ഫാമിലിയെ പറ്റി പറയുന്നത് എനിക്ക് റൈറ്റ്സും ഇല്ല. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്സ്. ഇതേ ഒരാളാണ് എന്റെ മോനെ വയറ്റി കിടന്നപ്പോ എന്റെ മോനെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് ഇവന്റെ തടിച്ചു ഭാര്യയ്ക്ക് ഡ്രൈവറായി ഇവന്റെ അനിയനെ വെച്ചു കൊടുത്തു. സ്വന്തം മോനെ 1 ലക്ഷം രൂപയ്ക്ക് പഠിപ്പിക്കുന്ന നാറി കാശിനോട് ആർത്തി മൂത്ത് ഒരു തടിച്ചു കുള്ളത്തിയെ കെട്ടി വിദേശ അന്യ സ്ത്രീകളുടെ കൂടെ വെള്ളം അടിച്ച് നടക്കുന്നു. സാനി അയ്യപ്പനെ പോലുള്ള ചിക്സിനെ, തന്തവൈബ് പോലുള്ള അപ്പൂപ്പൻ ബേബി എന്നൊക്കെ ഇൻസ്റ്റയിൽ വിളിച്ച് ക്രിഞ്ചടിപ്പിക്കുന്നു. ആ കമന്റ് നീ ഉണ്ടല്ലേ, എന്താ സംഭവം? ബെഡ്റൂമിൽ ശയന സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ലൈക്ക് ഇങ്ങനെയുള്ള മെയിലും സംഭവങ്ങളാണ് ഇവൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയില്
മുൻപിലിരുന്ന് വായിക്കാൻ പറ്റാത്തത്ര വൃത്തികേടുകളാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ശ്വേതഭക്തൻ ഞാനൊന്നും തിന്നില്ല എന്ന് പറഞ്ഞ് തിന്നു മുടിക്കും. INB ട്രിപ്പ് ഫുൾ മസാല ദോശയും വിഴുങ്ങി ഏമ്പക്കവും വളിയും വിട്ട് തൂറി മെഴുകി ഫുൾ ടൈം വണ്ടിയുടെ പുറകിൽ ഉറക്കമാണ്. ബയോഗ്യാസ് ഉണ്ട് വണ്ടി, ലൈക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇതുപോലെ സംഭവം. ഇതിനിടയ്ക്ക് ഇവൻ ഈ പറഞ്ഞ പോലെ ഇത് വലിയ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് പറഞ്ഞെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു മാനസികമായ പ്രശ്നമുള്ള ഒരാളാണ് ഈ കമൻറ്റ് ഇട്ടത്. കാരണം ഈ കമൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളോ യൂസ് ചെയ്ത വേർഡോ അല്ലെങ്കിൽ അതിന് പോയ മെൻറ്റാലിറ്റി അങ്ങനെ ചിന്തിക്കുക, ഒരു മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുക. ഇതിലൊറ്റ സാധനം, എല്ലാം വൃത്തികേടാണ്, എനിക്ക് എല്ലാം പറയാനല്ല, ഒരൊറ്റ സാധനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏമ്പക്കം തിന്നിരുന്ന് വണ്ടിയിൽ ബയോഗ്യാസ്, എൻ്റെ ഒന്നും ജീവിതത്തിൽ അങ്ങനെ ഒരു തോട്ട് പോകില്ല, എൻ്റെ ഒന്നും ജീവിതത്തിൽ അങ്ങനെ ഒരു തോട്ട് പോകില്ല. അപ്പം അങ്ങനത്തെ ഒരു തോട്ട് പോകുന്നുണ്ടെങ്കിൽ മാനസികമായ വലിയ വൈകൃതത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനോരോഗിയാണ് ആ വ്യക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കമൻറ്റും കൂടെ ഞാൻ ജസ്റ്റ് കുറേ കമൻറ്റ്സ് ഇവർ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കമൻറ്റും കൂടിയാണ്. ഇവർ ഒരു റിസോർട്ടിൽ പോയി സ്റ്റേ അടിച്ചിരുന്നു. ആ റിസോർട്ടുകാർക്ക് മെയിൽ അയച്ച് ഇതേ പേഴ്സൺ ചോദിച്ചതാണ്, റിസോർട്ട് സേഫ് ഫോർ സ്റ്റേയിങ്. ലാസ്റ്റ് ഡേ വി ഹേർഡ് an elephant by name Shweta Bhaktan rummaged into your resort, ate everything you had in the resort, leaving everyone without food for decades, and then put feces everywhere, farted all around the place along with burping എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ മെയിൽ അയച്ചിരിക്കുന്നു. ഇങ്ങനത്തെ ഓരോ കമൻ്റൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അന്നത്തെ ഡേ ഫുള്ള് പോകും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് രാവിലെ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടാവും, കാരണം നൈറ്റ് ഞാൻ വരുന്നത് ഭയങ്കര ലേറ്റാവും. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് ടൈമിൽ ഞാനിങ്ങനെ കുറേ പേര് ചെയ്ത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചെയ്യണ്ടേ എന്നുള്ള ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ ചെയ്ത വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടൊരു ക്ലിപ്പ് എൻ്റെ ഇതിൽ പെട്ടത്. കാരണം ഇറ്റ്സ് ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച്, ഒരു ആൺകുട്ടീനെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ട്രോമയാണ്. അവരുടെ ശരീരം എങ്ങനെ നിൽക്കണം എന്നുള്ളത് ആ വ്യക്തിയുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി അനാവശ്യമായ കമൻറ്റ് പറഞ്ഞിട്ട് അവരുടെ കോൺഫിഡൻസ്, അവരുടെ മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, എല്ലാത്തിനെയും ബാധിക്കും. ഇവൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചില ദിവസം വരുമ്പോൾ ഇടി നീ തടിച്ചിട്ടോ എന്നൊക്കെ പറയുന്നത്. ഇത് അവർക്കൊരു വർത്താനാണ്, അല്ലെ അവർക്കൊരു ഡയലോഗാണ്. അത് ഓപ്പോസിറ്റ് പേഴ്സണിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഈ പർട്ടിക്കുലർ വ്യക്തിക്കൊക്കെ എന്തോ വലിയ പ്രശ്നമുള്ള ആളാണ്. വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ പ്രശ്നമുള്ള ഒരാളാണ്. കാരണം ഒരു വ്യക്തി പോലും ചിന്തിക്കാത്ത ആംഗിളിൽ കൂടിയാണ് ഇയാളുടെ വാക്കും വർത്താനവും ഡയലോഗും എന്നൊക്കെ പറയുന്നത്. എന്താ, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ അബൌട്ട് ദിസ് പേഴ്സൺ ബിക്കോസ് ഐ ഫെൽറ്റ് ടു ബാഡ്. ഇപ്പോൾ ശരിക്കും ഉണ്ടല്ലോ, ഈ ആളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് അയാളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ വഴിയിൽ പ്രത്യേകിച്ച് വലിയ ശിക്ഷയൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ആളെ എൻ്റെ ഒരു പോയിന്റിനെ കൺവേ ചെയ്യുന്ന രീതിയിലാണ് ആളിപ്പോൾ ഈ കമൻ്റ് ഇട്ടിട്ടുള്ളത്. കാരണം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി അവന് ശിക്ഷ വാങ്ങി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് സൈബർ സെൽ കേസസ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. എൻ്റെ പേരിൽ ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന് 290 ഫോളോവേഴ്സ് ഉള്ള സമയത്താണ് ഞാൻ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്തത്. ഇപ്പോൾ ആ പെർട്ടിക്കുലർ അക്കൗണ്ടിൽ 1000 ഫോളോവേഴ്സ് ഉണ്ട്. കുറേ ആൾക്കാർ അതിൽ ചതിക്കപ്പെടുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഒന്നുണ്ട്. ഐ കാൺ ഡൂ എനിത്തിങ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെ ഷെയർ അപ്പ് ചെയ്തു, ഞാൻ അല്ലാണ്ട് വീഡിയോ ഇട്ടു, എല്ലാം ഞാൻ ചെയ്തു. ഞാൻ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്തു. ഇറ്റ് വാസ് ദെയർ ഡ്യൂട്ടി. അവരെ ചെയ്യുന്നില്ല, ഞാൻ പ്രത്യേകിച്ച് എന്താ ചെയ്യുക? സത്യം പോലീസുകാരെ കൊണ്ട് ഇവനൊന്നും ചെയ്യില്ല. പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞുണ്ടല്ലോ, അത് ആരാണ്, അവൻ എവിടെയാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതയും കൂടെ അവനെ തല്ലും. ഞാൻ തല്ലും, ഞാൻ തല്ലും. എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. അതാണ് അവൻ അങ്ങനെ പറ്റും. അതാണ് ഇപ്പൊ നമ്മളെ വൃത്തികേട് പറഞ്ഞ് ഉപദ്രവിക്കുന്ന അതൊരു പോയിന്റ് കേട്ടോ. കാരണം അവന് ശിക്ഷ വാങ്ങാൻ കൊടുത്തില്ലെങ്കിലും അവനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ശിക്ഷ വാങ്ങി അവിടെ പോയിരിക്കാം. കാരണം അതാണല്ലോ ഇന്നത്തെ ഒരു ലീഗൽ സിസ്റ്റം. തല്ലുക, അടിക്കുക ഒക്കെ ഓരോ പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷേ ഐ ജസ്റ്റ് വോണ്ട് ടു സേ, ഇപ്പോൾ ഐ ഡോണ്ട് നോ നമ്മളെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ സുജിത് ഭക്തൻ കാണുമോ എന്നൊന്നും എനിക്കറിയില്ല. കാണുകയാണെങ്കിൽ എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, യു മസ്റ്റ് ഫോൾ ഫോർ ഇറ്റ്. അറ്റ്ലീസ്റ്റ് ഏതാണ് ആ വൃത്തികെട്ട പരനാറി എന്ന് കാണാനുള്ളൊരാഗ്രഹം. ഇത്രത്തോളം ഒരു പെണ്ണിനെ കുറിച്ച് മോശമായ കമൻറ്റുകൾ അത് അവൾക്കും അവളുടെ ഭർത്താവിനും അവളുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അയച്ച ഈ രീതിയിലുള്ള ഒരു വൈകൃതമുള്ള വ്യക്തി, മനോരോഗി ആരാണെന്ന് കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഞാനെങ്കിലും പുറത്ത് വെളിയിൽ കൊണ്ടുവരണം. ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി അവരെ തല്ലിയിട്ട്
എനിക്ക് അവനെ തല്ലണം, എനിക്ക് അവനെ തല്ലി, ഞാൻ അവന്റെ മുഖത്ത് നോക്കി തല്ലി, ഞാൻ മുഖത്ത് തന്നെ അടിക്കും, ഞാൻ അടിച്ചല്ല, അവൻ അന്ന് ഇന്ന് നേരത്തൊന്നും ഇല്ലായിരിക്കും, അവൻ എങ്ങനെയും ഞാൻ തല്ലും, ഉപദ്രവിക്കും, ഫിസിക്കൽ ഹാം ചെയ്യും. എന്നിട്ട് അവൻ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ പോയി അകത്ത് കിടക്കും. അത് മതി. അത് എന്റെ നിയമ സംവിധാനത്തോടുള്ള ഒരു എന്താ പറയാ പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം മാനസികമായിട്ട് മേ ബി സത്യമായിരിക്കാം. കാരണം ഇവര് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ടൈം തൊട്ടിട്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള ബോഡി ഷെയ്മിങ് കമൻസ് അവർ അനുഭവിച്ചിട്ടുണ്ട്. അവർ മേ ബി എത്രയോ തവണ കേസ് കൊടുത്തിട്ടുണ്ടാവും. ഈ കേസിനൊന്നും വേണ്ട രീതിയിലുള്ള ഒരു പരിഹാരം കിട്ടിയില്ല, അല്ലെ വേണ്ട രീതിയിലുള്ളൊരു കെയറോ കൺസേണോ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരാത്തത് കൊണ്ടായിരിക്കാം അവർ ഈ രീതി പറഞ്ഞത്. ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധം ഒരു തെറ്റുമില്ല. ഈ പറഞ്ഞ ഈ ഒരു വീഡിയോ ആണ് എനിക്ക് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സുജിത് ഭക്തനിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം. സത്യമാണ്, 100ൽ 100. ഒരു നീതിയും കിട്ടുമെന്ന് കരുതണ്ട, ഒരു നീതിയും കിട്ടുമെന്ന് കരുതണ്ട. നിങ്ങളിതിന് വേണ്ടി നിൽക്കുക, നിങ്ങളിതിന് എഫോർട്ട് എടുക്കുക. വല്ല പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ടീമോ അല്ലെങ്കിൽ വല്ല ഫോണിൻ്റെ ഇത് ആര് എവിടുന്ന് ഏത് ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന വല്ല ടീമോ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല. ഈ ടീമൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാരെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം കണ്ടുപിടിക്കണം. കാരണം അത്രയ്ക്ക് വൈകൃതം നിറഞ്ഞൊരു മനുഷ്യനാണ്. കാരണം ഇയാൾ ഈ പുറത്തു നിന്ന വലിയ പ്രശ്നമാണ്. അയാളുടെ ഒരു ഈ കാവ്യാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഭാവനകൾ ഉണ്ടെങ്കിൽ ഇയാൾക്ക് വേണമെങ്കിൽ കവിതയും ബുക്കൊക്കെ എഴുതാം കേട്ടോ. ഇതെന്തോ വ്യക്തിപര്യാഗമുള്ള പോലെ എനിക്കറിയണം അയാൾക്ക് എന്താ എന്നോട് ഇത്ര ചെയ്തെന്ന്. അയാളുടെ ഔദാര്യത്തിന്റെ കൈ കിട്ടിയാൽ അത് എവിടെയാണെങ്കിലും ഞാൻ നിനക്ക് വന്ന് നിന്നെ വന്ന് തല്ലിയിരിക്കും. അത് എന്ത് നീ ചെയ്താലും നിന്നെ തല്ലിയിരിക്കും. എനിക്ക് നീ തല്ലി ഞാൻ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് ഒരു കോപ്പമില്ല ഞാൻ പറയാണ്. അത് ഉറപ്പായിട്ടും ഞാൻ തല്ലിയിരിക്കും. നിന്നെ എന്തെങ്കിലും ചെയ്തിരിക്കും. അത് നീ നോക്കി വെച്ചു, ഊന്നി വെച്ചോ നീ അത്. അത്രയ്ക്ക് എനിക്ക് നിന്നോട് ദേഷ്യമാണ്. ഞാൻ തല്ലിയില്ല, ശ്വേതയാണെങ്കിലും നിന്നെ തല്ലും. നിന്നെ ഞാൻ പിടിച്ചോർക്ക് ശ്വേതയാണെങ്കിലും നിന്നെ തല്ലും. ഞങ്ങൾ രണ്ടുപേരും നിന്നെ തല്ലിയിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്ത് നിനക്ക് എന്തെങ്കിലും നിന്റെ ഉപദ്രവം. ഇത്ര കോൺഫിഡൻറ്റോട് കൂടി ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഓപ്പൺ ചെയ്ത് വെച്ച് വീഡിയോ എടുത്ത് അവർ വെല്ലുവിളി ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം അവർ അനുഭവിച്ചിട്ടായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചൊരു കമൻറ്റാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് വായ തോന്നിയത് പറഞ്ഞിട്ട് പോവാം എന്നുള്ളൊരു ഫീലായിരിക്കും, ഒരു ഇമോഷനായിരിക്കും. അത് ഓപ്പോസിറ്റുള്ള ആളിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ തന്നെ പറയുന്നതാണ്, ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് നിങ്ങൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് കമൻറ്റ് വരും. ഈ നെഗറ്റീവ് കമൻറ്റ് ടോളറേറ്റ് ചെയ്യാനും നിങ്ങൾ റെഡി ആവണം എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയതും തോന്നിവാസവും ഞങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാമെന്നല്ല. നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറയുന്ന അതേ ആംഗിൾ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, ഐ റെസ്പെക്റ്റ് ഇറ്റ് എന്ന് കരുതി ഞാൻ വീഡിയോ ചെയ്യുന്നതിന് എൻ്റെ വീട്ടുകാർ പറയേണ്ട ആവശ്യമില്ല, അല്ല എന്നെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ്, എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് എൻ്റെതാണ്. ഞാനത് ഒരിക്കലും നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോകുന്നില്ല, ഇത് തന്നെ വിശ്വസിക്കണമെന്നും പറയുന്നില്ല. അപ്പം കമൻറ്റ് ചെയ്യാമെന്ന് കരുതി തോന്നിയതൊന്നും കമൻ്റ് അടിക്കാൻ നിൽക്കരുത്. നമ്മുടെ ദീപ്തി ടീച്ചർ ഒരു കമൻറ്റോളി ലേഡീൻ്റെ കടയിൽ പോയിട്ട് വീഡിയോ എടുത്ത് വൈറലാക്കിയ പോലെ ആക്കേണ്ട സീൻ തന്നെയാണിത്. ഈ വീഡിയോയുടെ പേരിൽ എനിക്ക് കേസ് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഇനി നിന്നെ തല്ലി എന്ന് പറഞ്ഞ് നീ കേസ് കൊടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ അകത്ത് പോയി കിടക്കാൻ ഞങ്ങൾ ഹാപ്പിയാണ്. എന്റെ പോലെ ഇപ്പം അമ്മ അച്ഛനുണ്ട്, അല്ലെങ്കിൽ ചേട്ടാ അമ്മ അച്ഛനുണ്ട്, അവർ നോക്കിക്കോളും. അതിന്റെ പേര് ഞങ്ങൾ അകത്ത് പോയി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഒരു കുഴപ്പമില്ല. ഇനി ഇവിടെ കുറെ ഭരണകൂടം ഉണ്ടല്ലോ, ഇവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ, അവർ സഹായിക്കണം ഞങ്ങളെപ്പോൾ ആൾക്കാരെ സഹായിക്കുക. ഈ പറഞ്ഞു നിന്നെ കണ്ടുപിടിക്കാനായിട്ട്. ഇനി നീ കേരളത്തിലല്ല, ഇന്ത്യയിലില്ല, നീ വിദേശത്ത് ഏതെങ്കിലും രാജ്യത്താണെന്നുണ്ടെങ്കിൽ നീ ഇന്ത്യ കാലത്ത് ആ ദിവസം നിന്നെ പൊക്കിയിരിക്കും, പൂട്ടിയിരിക്കും. നിനക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയോ നിനക്ക്? അറിയോ? നിനക്ക് വേണ്ടി മാത്രം അല്ലേ? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ വീഡിയോന്റെ താഴെയും ഈ ചേട്ടൻ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടും എന്നാണ് എൻ്റെ ഒരു ഇത്. ചേട്ടനോട് ചേച്ചി, ഐ ഡോണ്ട് നോ ഹൂ ഇസ് ദാറ്റ്. കാരണം ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് മനുഷ്യപ്പെറ്റ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഇല്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു ലൈക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇപ്പൊ മെയ് 19 ഇത് നമ്മളിവിടെ ഒരു 2-3 വീക്സ് ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡെഡ് ലൈനുള്ളിൽ നമുക്ക് ഇവനെ കണ്ടുപിടിക്കാനോ പിടിക്കാനോ പൂർണ്ണമായിട്ട് ഇവനെ ഇപ്പൊ നമുക്ക് ഏകദേശം കുറച്ച് ധാരണകളൊക്കെ ഉണ്ടാകാന്നുള്ളത് അത് ഫൈനലൈസ് ചെയ്യണം, നമുക്ക് കൺഫേം ചെയ്യണം. കാരണം നമുക്ക് കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കൺഫേം ചെയ്യാനോ പൂർണ്ണമായിട്ട് നമുക്ക് ഇവനെ കണ്ടുപിടിക്കാനോ സാധിക്കാത്ത ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് ഞാനിത് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടി തന്നെയാണ്. ഏത് മുഖേനയും നിന്നെ കണ്ടുപിടിച്ചിരിക്കും, നിന്നെ നെക്സ്റ്റ് ലെവലിൽ പോകണം. കാരണം നമ്മളിത് താഴത്തെ ലെവലിലുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കരുതി നിന്നിട്ട് അവരൊന്നും ചെയ്യൂല, ഇതിങ്ങനെ കൂടി വരികയും ചെയ്യും. അതിൽ നല്ലത് ഏറ്റവും മുകളിലത്തെ ലെവലിലോട്ട് പോകാം. എന്നിട്ട് അവർ ചോദിക്കട്ടെ, ഇങ്ങനൊരു കേസുമായിട്ട് നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ നമുക്ക് സത്യസന്ധമായി പറയാമല്ലോ, നമ്മൾ മെയ് 19 കൊടുത്തൊരു കേസാണ്, ഇത്ര ദിവസമായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മുകളിലത്തെ ലെവൽ ഓഫ് ആൾക്കാർ താഴത്തെ ലെവലിൽ പറയും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കോൺട്രവേഴ്സി പോലെ പറയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, അല്ലെ എല്ലാവർക്കും അറിയാവുന്നതാണ്.
ഒരു ഇൻഫ്ലുവൻസർ, എനിക്ക് ആളുടെ പേര് പറയണം തോന്നുന്നില്ല, എന്തിനാ കേക്ക് മനസ്സിലാവുന്നവർ മനസ്സിലാക്കുക. ആ പെർട്ടിക്കുലർ വ്യക്തി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നടൻ്റെ മോളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ആളുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തു. വിത്തിൻ 24 hours ആ വീഡിയോ അവിടുന്ന് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യാൻ കാരണം ആളായിട്ട് റിമൂവ് ചെയ്തതല്ല, പോലീസുകാർ വീട്ടിൽ വന്ന് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ പെർട്ടിക്കുലർ ഇൻഫ്ലുവൻസർ റിമൂവ് ചെയ്തതാണ്. അപ്പം അതിനൊക്കെ ഭയങ്കര സ്പീഡല്ലേ, അതിനൊക്കെ ഭയങ്കര ധൃതിയല്ലേ. എന്താ നമ്മൾ പാവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ശ്രദ്ധയില്ലാത്തത്? നമ്മളെല്ലാവരും കൂടെ വന്ന് വോട്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ നിങ്ങളൊക്കെ മുകളിൽ നിൽക്കുന്നത്. അപ്പം വലിയ ആൾക്കാരെ മാത്രം സേവിച്ചാൽ മതിയോ? ഐ മസ്റ്റ് സേ, നിങ്ങൾ കുറച്ച് മനുഷ്യത്വം, ഇങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരോട് ഈ മനുഷ്യത്വത്തെ പറ്റിയൊക്കെ പറയുന്ന ഞാനായിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ പൊട്ടത്തി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇങ്ങനത്തെയൊക്കെ വ്യക്തികൾ ഈ ലോകത്തുണ്ടല്ലോ എന്നതിലാണ് ഞാൻ സത്യസന്ധമായി പറയും. എനിക്ക് ഇതിലെ ഓരോ കമൻസും, ഈവൻ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ ഓരോ കമൻസും വായിക്കുമ്പോൾ നമ്മൾ എൻ്റെ മോനെ ഇങ്ങനത്തെ ഒരു ഐറ്റം ഒന്ന് തോന്നുന്നു, അടിക്കുകയല്ല അതിനപ്പുറം ചെയ്യാൻ തോന്നുന്ന രീതിയിലല്ലേ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒക്കെ സ്വഭാവങ്ങളോ ശീലങ്ങളോ നിങ്ങളിലുണ്ടെങ്കിൽ മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ടോട്ട് പോവുക. മറ്റൊരാൾ തടിച്ചാലെന്ത്, മെലിഞ്ഞാലെന്ത്, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ആൻഡ് ഇതൊരു റിവെഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇടയിലുണ്ടാകുന്ന ഒരു പേഴ്സണൽ അവരുടെ ഇടയിലുണ്ടാകുന്ന ഒരു പേഴ്സണൽ പ്രശ്നമായിരിക്കാം, എന്താ അറിയില്ല. എന്തായാലും ഇതിനൊരു കൺക്ലൂഷൻ വരുമെന്നാണ്, അവരെത്രത്തോളം വളരെ സ്ട്രോങ് ആയിട്ട് ഇതുമായിട്ട് ഫ്രണ്ടോട്ട് പോവാം എന്നാണ്. ഇനിയെങ്കിലും ചേട്ടാ ഈ പരിപാടിയൊക്കെ ഒന്ന് നിർത്ത്, എന്തിനാ വെറുതെ, ഇതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു സാധനമാണ്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ഇത് കേട്ടിട്ട് അയാൾ ചിരിക്കുന്നുണ്ടാവും, ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും. ദിസ് ഈസ് വൺ ഓഫ് ദി വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ ഈ ലൈഫിൽ കേട്ടതിൽ വൺ ഓഫ് ദി വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ വൃത്തികെട്ട ആംഗിളിൽ ചിന്തിക്കാൻ കഴിവുള്ള ഒരാളാണ്. അപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ ആളുടെ മുഖം മുന്നിൽ തെളിയുമെന്ന് ഉള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. സംസാരിച്ചത് ഇവിടെ ഒരുപാട് പൂക്കളുണ്ട്, അതിൽ നിന്നൊരു പൂ പറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് ടാസ്ക്. വീഡിയോ എടുക്കുന്നതും പോരാ, അവളെൻ്റെ പൂവും പറിക്കുന്നതെന്നായിരിക്കും അടുത്ത പറയാം. സാരല്ല. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ.